ഇന്ന് എനിക്ക് ക്ലിനിക്കിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അമേരിക്കയിൽ വന്നിട്ട് 30 വർഷമായി. ഈ 30 വർഷവും നമ്മൾ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ പേഷ്യൻസ് പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് നമ്മളെ കാണാൻ വരുന്നത്. അപ്പം ഇന്ന് എൻ്റെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നോട് പറഞ്ഞു, ആ പേഷ്യന്റ് ഡോക്ടേഴ്സിനെ മാത്രമേ കാണൂ. ഞാനൊരു നഴ്സ് പ്രാക്ടീഷണർ, 25 years എക്സ്പീരിയൻസ് ഉള്ളൊരു നഴ്സ് പ്രാക്ടീഷണർ. അപ്പം ആ പേഷ്യന്റ് ഡോക്ടേഴ്സിനെ മാത്രമേ കാണൂ എന്ന് ഡിറ്റർമിൻ ചെയ്ത പേഷ്യന്റ് ഇന്ന് അവർ കണ്ടോണ്ടിരുന്ന ഡോക്ടർ ക്യാൻസൽ ചെയ്തു ക്ലിനിക്ക്. സോ അവർക്ക് വേറെ ആരുമില്ല ചോയ്സ്, ഉള്ള നഴ്സ് പ്രാക്ടീഷണറിനെ മാത്രമേ കാണാൻ പറ്റൂ. അവർ വന്നിട്ട് നമ്മുടെ മെഡിക്കൽ അസിസ്റ്റന്റിനോട് പറയുന്നു, ഇമിഗ്രൻസ് അമേരിക്കയിൽ വന്ന് കയറിയത് കാരണമാണ് എനിക്ക് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റാത്ത വന്നതെന്ന് ഒരു കമന്റ് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പൊ അവർക്ക് എന്റെ മെഡിക്കൽ അസിസ്റ്റന്റ് അങ്ങ് വല്ലാതെ ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തില്ല, ബിക്കോസ് നമ്മളിത് 10-30 വർഷം കൊണ്ട് കാണുന്നതല്ലേ. പേഴ്സണാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യരുടെ പെർസെപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം സോ ഐ ഡിഡ്ന്റ് ഫീൽ ബാഡ് അറ്റ് ഓൾ. അപ്പം ഞാൻ ആ പേഷ്യന്റിനെ കണ്ടു. അവരെ നന്നായിട്ട് അവരുടെ ഹോൾ ബോഡി മൈൻഡ് സോൾ ആ ടൈപ്പ് ഓഫ് രീതിയിൽ ഞാൻ അവരെ ഹെഡ് ടു ടോ എക്സാമിൻ ചെയ്തു. അവരുടെ ഡയബറ്റിക് കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവര് കണ്ടോണ്ടിരുന്ന ഡോക്ടറിനെ കുറിച്ച് എന്നോട് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ പെർസീവ് ചെയ്തുകൊണ്ട് അവിടെ പോയി ഞാനും ആ ആറ്റിറ്റ്യൂഡ് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ബെറ്റർ പേഴ്സൺ ആവത്തില്ല. നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ അന്യരാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് മണി, ഇറ്റ്സ് എ വേ വി ടേക്ക് കെയർ ഓഫ് അവർ പേഷ്യൻസ് അല്ലേ. ഒരു പേഷ്യന്റ് ഹോൾ പേഴ്സണായിട്ട് നമ്മൾ അവരെ കെയർ ചെയ്യുക, നമ്മുടെ പേഴ്സണാലിറ്റി കാരണം അവർ ചേഞ്ച് ചെയ്യുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. അവർക്ക് വി ഡോണ്ട് നോ വാട്ട് ദേ ഗോ ത്രൂ ഇൻ ദെയർ ഹോം ഓർ അവരുടെ മെന്റൽ സ്ട്രെസ് എന്താണെന്ന് നമുക്കറിയത്തില്ല. നമുക്കും അതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും എൻ്റെ നഴ്സിംഗ് സ്റ്റുഡൻസിനോടും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഡു നോട്ട് ടേക്ക് യുവർ പേഴ്സണൽ സ്റ്റഫ് ടു വർക്ക്, ഡു നോട്ട് ഡിസ്കസ് യുവർ പേഴ്സണൽ മാറ്റർ ടു വർക്ക്, ഡു നോട്ട് ടേക്ക് യുവർ ഹോം ടു വർക്ക്. ബിക്കോസ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ തലയിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ചെന്നിട്ട് പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്ക് ആങ്കർ വരും, നമ്മൾ ജിറ്ററി ആകും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ അന്യരാജ്യത്ത് വന്ന് നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ആക്സെന്റ്, നമ്മുടെ ബോഡി മെക്കാനിസം ഇതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മളിതൊന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. കാരണം ദൈവം ഒന്നും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റാർക്കും അത് തടയാൻ പാടില്ല അല്ലേ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഡിഗ്രികൾ ഉണ്ടാക്കുന്നു, സർട്ടിഫിക്കേഷൻ എടുക്കുന്നു, പരീക്ഷ പാസ്സാവുന്നു, എന്തുകൊണ്ട് ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഒരിക്കലും നമ്മളത് പേഴ്സണലായിട്ട് എടുക്കരുത് എന്നുള്ള അഡ്വൈസ് ആണ് എനിക്ക് തരാനുള്ളത്. എന്നെ പോലെ അനേകർ ഇത് ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും അമേരിക്കയില്. എനിക്കങ്ങനെ വെരി റെയർലി ഒരു പേഷ്യന്റ് ഡിസ്ക്രിമിനേഷൻ പേഷ്യൻസിനെ കിട്ടാറുണ്ട്. യൂഷ്വലി ഐ എം വെരി സോഷ്യൽ, വെരി പീപ്പിൾ പേഴ്സൺ. എന്ത് പറഞ്ഞാലും ഏറ്റവും അവസാനം അവർ പോകുമ്പം നമ്മളെ നൈസ് ടു മീറ്റ് യു, ഇറ്റ് വാസ് വെരി നൈസ് മീറ്റിംഗ് യു എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് കീ കേട്ടോ. നമ്മൾ ഒരിക്കലും ഡോണ്ട് ഫീൽ ബാഡ്, യു ജസ്റ്റ് സ്റ്റേ സ്ട്രോങ്. ഓരോ ഇൻസിഡന്റിനെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് സ്റ്റേ സ്ട്രോങ് ആൻഡ് ബി പോസിറ്റീവ്. ഓക്കെ.